സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് കേട്ടു തഴമ്പിച്ച ഒരു വാക്ക് വീണ്ടും കേൾക്കാം. ഇഷ്ടമില്ലാത്ത വാക്കാണെന്ന് എനിക്ക് നന്നായി അറിയാം, എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ദിവസത്തിൻ്റെ സുന്ദരമായ വിഷയമായി അതിനെ ഏറ്റെടുക്കാൻ കഴിയുമോ? മാനസാന്തരപ്പെടുവിൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം പിറക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, മാനസാന്തരപ്പെടുവിൻ. മനസ്സിന് മാറ്റമുണ്ടാവട്ടെ എന്നതിനർത്ഥം മനസ്സിന് ഒരു ചേഞ്ച്. സ്നേഹമുള്ളവരെ, ഒരു തിരിഞ്ഞു നോട്ടത്തിനാണ് ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? നന്നായി പ്രാർത്ഥിച്ചിരുന്ന ദിവസം നമുക്കില്ലേ? ഒരു കോൺഫിഡൻസോടുകൂടി പ്രഭാതത്തിൽ എഴുന്നേറ്റ ദിനങ്ങളുണ്ടായിരുന്നില്ലേ? ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു ഉത്തരമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഒരു കണ്ണുനീരൊക്കെ ഒഴുക്കുമ്പോൾ ഒരു ബലം താനേ ജീവിതത്തിലേക്ക് വന്ന് കയറുന്ന പോലൊരു തോന്നൽ ചില നാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? പക്ഷേ എവിടെ പോയി ഇതൊക്കെ? ഇതൊക്കെ അപ്രത്യക്ഷമായി പോയി? ഇപ്പോൾ പ്രാർത്ഥനയ്ക്കൊരു അർത്ഥമില്ല, ഒരു സന്തോഷമില്ല. ഇതിനൊക്കെ എന്ത് എന്നുള്ള ചോദ്യങ്ങളുമായൊക്കെ നമ്മൾ നിൽക്കുകയല്ലേ? ഒന്ന് തിരിഞ്ഞു നടക്കണ്ടേ? ഒന്ന് തിരിഞ്ഞു നടക്കേണ്ട സമയമായി എന്നെനിക്ക് തോന്നുകയാണ്. സ്നേഹമുള്ളവരെ, നടന്ന വഴികളൊക്കെ സുന്ദരമായിരുന്നു. ദൈവം നിന്നെ നടത്തിയ വഴികളെല്ലാം അനുഗ്രഹം നിറഞ്ഞതായിരുന്നു. പക്ഷേ എപ്പോഴും ഒന്ന് പതറിയത് കൊണ്ടാണ് മനസ്സിൻ്റെ കോണുകളിലൊക്കെ പലതും ചേക്കേറിയത്, ജീവിതം ഭാരമായി മാറിയത്, ജീവിതം കുത്തഴിഞ്ഞതായി എന്ന് തോന്നിയത്. ഒന്ന് തിരിഞ്ഞു നടക്കാം. ഭാരപ്പെടുന്ന വിഷയങ്ങളൊക്കെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാം. ഇങ്ങനെ മാനസാന്തരത്തിൻ്റെ ഒരു സൗന്ദര്യഭാവം വീണ്ടെടുക്കാൻ ഈ നാള് കൃപയുള്ളതായി മാറട്ടെ, അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. മാനസാന്തരം സുന്ദരമായൊരു വാക്കാണ്. അനുഗ്രഹമാവട്ടെ. ആമേൻ.